വേദിയിലുള്ള അധ്യക്ഷൻ ചെയർമാൻ ടോം, നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ വൈസ് ചെയർമാൻ പീറ്റർ, ആശംസകൾ അർപ്പിച്ച റവറൻഡ് ആന്റണി, വേദിയിലുള്ള നമ്മുടെ കൺവീനർ ഫ്രാൻസിസ്, നമ്മുടെ ട്രഷറർ സന്തോഷ്, അതുപോലെ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള നമ്മുടെ കുടുംബാംഗങ്ങൾ, സ്വാമി അദ്വൈതാനന്ദ തീർത്ഥ, ഞങ്ങളുടെ ക്ലാസ്സിലെ സൈലന്റ് PA ബ്രാക്കറ്റിലിരുന്ന ആളാണ്. അദ്ദേഹം സന്യാസം സ്വീകരിച്ച് ജീവിതത്തിൻ്റെ ഒരു പാത തെരഞ്ഞെടുത്തു. അതുപോലെ ബ്രദർ ആന്റണി, അത് ഞാൻ ഒരാഴ്ചയായുള്ളൂ ഇവിടെ മീറ്റിങ്ങിന് വരുമ്പോഴാണ് ബ്രദർ ആന്റണിയും സന്യാസ ജീവിതം നയിക്കുന്ന വിവരം അറിഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ ഒന്നിച്ചു പോകുമ്പോൾ നമ്മളൊരു കേവലം ഒരു ഔപചാരികമായിട്ട്, അതായത് ഒഫീഷ്യലായിട്ട് അങ്ങനെ കാണാനില്ല. 42 വർഷങ്ങൾക്ക് മുമ്പ് വേർപിരിഞ്ഞ അല്ലെങ്കിൽ വഴികൾ മാറി സഞ്ചരിച്ച ഒരു പറ്റം ആളുകളും അവരുടെ കുടുംബാംഗങ്ങളുമാണ് ഇവിടെ ഒന്നിച്ചു ചേർന്നിരിക്കുന്നത്. നമ്മുടെ പെരുമാറ്റത്തിലും മനസ്സിലും സജീവമായിട്ട് നിൽക്കുന്നത് പലപ്പോഴും ബോധമനസ്സല്ല, അബോധമനസ്സാണെന്നാണ് സ്വാമി പറയാൻ ശ്രമിച്ചത്. ഈ അബോധമനസ്സ് രൂപപ്പെടുന്നത് നമ്മുടെ വിദ്യാഭ്യാസ ചെറുപ്പകാലത്തിൽ ആണ്. അതായത് നമ്മൾ ഇംഗ്ലീഷിൽ അതിന് നമ്മൾ എന്താ പറയുക, ഒരു പെർസെപ്ഷൻ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയും. നമ്മൾ ആരാണോ എന്താണോ എന്ന് ഒരു ഫോം ചെയ്യപ്പെടുന്നത്, അതായത് ഫോർമേഷൻ ഉണ്ടാകുന്നത് ഒരു 15 വയസ്സോ 16 വയസ്സോ ഒക്കെയുള്ള ഒരു കാലഘട്ടത്തിലാണ്. അന്ന് നമ്മുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ള ആശയങ്ങൾ, ചിന്താഗതികൾ, കാഴ്ചപ്പാടുകളൊക്കെ നമ്മൾ വയസ്സാകുമ്പോഴും നമ്മളുടെ മനസ്സിൽ സജീവമായിട്ട് നിലനിൽക്കുമെന്നാണ് സ്വാമി പറഞ്ഞത്. ഇപ്പൊ അധ്യക്ഷ പ്രസംഗത്തില് ഏറ്റവും പറഞ്ഞ പോലെ 15 16 വയസ്സിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് നമ്മളിലേക്ക് കുറെ ഊർജ്ജപ്രദതയും നവചൈതന്യവും നൽകും. അത് കുറച്ചും കൂടി ഒരു ആധ്യാത്മിക രീതിയിലും കുറേയേറെ ശാസ്ത്രീയമായിട്ടുമാണ് സ്വാമി സംസാരിക്കാനിട വന്നത്. 43 വർഷമായി നമ്മളുടെ വഴി വ്യത്യസ്തമായ വഴികളിലൂടെ സഞ്ചരിച്ചത്. ഈ 43 വർഷങ്ങളിലാണ് നമ്മളുടെ ജീവിതാവസ്ഥകൾ രൂപപ്പെട്ടത്. ഇപ്പൊ എൻ്റെ ഒരു ചുമതല തന്നെ ഒരു ഓണ സന്ദേശമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഓണം എന്താണെന്ന്. ഈ 42 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒന്നിച്ച് ഒരു ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നമ്മൾ തമ്മിലൊരു ഭേദഭാവന ഉണ്ടായിരുന്നില്ല. എല്ലാവരും തോളിൽ കൈയിട്ടു ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, കളിക്കാൻ ഒരുമിച്ച് പോകുന്നു. പിന്നെ അന്നത്തെ കാലത്ത് ഇന്നത്തെ മാതിരി മൊബൈലൊന്നുമില്ല. വില ചിത്രകഥകൾ അല്ലെങ്കിൽ അങ്ങനത്തെ കഥാപുസ്തകങ്ങൾ, ബാലരമ, പൂമ്പാറ്റ, ശാസ്ത്രകേരളം, യുറീക്ക, ഇപ്പം ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ കൊണ്ടുവന്നിട്ട് ചിത്രകഥകളായിരിക്കും കൂടുതൽ. പലർക്കും ഇപ്പോൾ ഓർക്കുന്നുണ്ടോയെന്നറിയില്ല, ഈ നമ്മൾ സിനിമയിലൊക്കെ പറഞ്ഞ മാതിരി ഈ CID മൂസ സിനിമയിലൊക്കെ പറഞ്ഞ അങ്ങനത്തെ, അതായത് കണ്ണാടി വിശ്വനാഥൻ എന്നോ മറ്റോ പറഞ്ഞിട്ടുള്ള പാലക്കാട്ടുള്ള ഒരു ചങ്ങാതി എഴുതിയ ചിത്രകഥകൾ, അത് ഓരോ ആഴ്ചയിലും പുതിയത് ഇറങ്ങും. അത് ഈ ചിത്രകഥകൾ, അതായത് വീരകഥകളാണ്. ഇപ്പോൾ നമുക്ക് ഇംഗ്ലീഷിലൊക്കെയുള്ള അങ്ങനത്തെ സിനിമകൾ, സയൻറ്റിഫിക് ഫിക്ഷൻസ് ഒക്കെ ഉണ്ട്. അന്ന് കുറേ ചിത്രകഥകളായിരുന്നു. പിന്നെ ഡിറ്റക്റ്റീവ് നോവലുകൾ. അപ്പോൾ പഠിക്കുന്ന കാലത്ത് ഇതുപോലെ സർക്കുലേറ്റ് ചെയ്യുമായിരുന്നു ഓരോരുത്തർ. ഡിറ്റക്റ്റീവ് നോവല്, ചിത്രകഥകൾ, ഇത് വായിച്ച് തീർക്കുക, അടുത്തത് മേടിക്കാനായിട്ട് അടുത്ത ദിവസം വേറൊരാൾ പുതിയതൊരെണ്ണം കൊണ്ടുവരും. അപ്പോൾ അതിൻ്റെ വായനകൾ. പിന്നെ സമയം കിട്ടുമ്പോൾ പുറത്ത് നമുക്ക് നമ്മുടെ SHS ഇഷ്ടംപോലെ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, കളിക്കാനായിട്ട് പോകാനായിട്ടുള്ള ഒരുപാട് സൗകര്യങ്ങൾ. അപ്പോൾ കളിക്കൽ, അതുപോലെ സ്കൂളിൻ്റെ മുറ്റത്ത് എന്തുവാ മിഠായി, അതുമാതിരി നെല്ലിക്ക വിൽപ്പന. അപ്പം ഗ്യാപ്പ് കിട്ടുമ്പോൾ ഓരോന്നും അതൊക്കെ മേടിച്ച് തിന്നാനായിട്ട് ഒന്നിച്ച് കെട്ടിപ്പിടിച്ചിട്ടുള്ളവർ നടത്തിയാണ്. ഒരു ദിവസം വർത്താനം പറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു പേരെഴുതി വയ്ക്കുന്ന പരിപാടിയുണ്ട്. ഇന്നൊക്കെ സ്കൂളുകളിൽ അതുണ്ടോയെന്ന് അറിയില്ല. സാറ് ഏതെങ്കിലും വരാൻ വൈകി കഴിഞ്ഞാൽ പിള്ളേർ വർത്താനം തുടങ്ങും. അപ്പോൾ ഏതെങ്കിലും ലീഡറെ, മോണിറ്ററെ ആരെങ്കിലും വെക്കും പേരെഴുതി വെക്കാൻ. അപ്പോൾ ആദ്യം തന്നെ മോണിറ്റർ അല്ലെങ്കിൽ ലീഡർ ഒരു അനൗൺസ്മെന്റ് നടത്തും. ഇതാ വർത്താനം പറഞ്ഞ പോലെ പേരെഴുതി വെക്കാൻ പോകണട്ടോ എന്ന് പറയും. അത് കഴിഞ്ഞ് ഇങ്ങനെ പേരെഴുതി വെക്കും. എന്നിട്ട് സാറ് വരുമ്പോഴെടുത്ത് കൊടുക്കും. അപ്പോൾ ആരൊക്കെ വർത്താനം പറഞ്ഞ്, അപ്പോൾ നമ്മളൊക്കെ വർത്താനം പറഞ്ഞവർ ഉണ്ടാകും. അപ്പോൾ ഒരു തവണ അങ്ങനെ വർത്താനം പറഞ്ഞത് തോന്നുന്നു PD തോമസ് സാറ് അന്ന് രണ്ടുപേര് പോയി പുറത്തിറങ്ങി നിൽക്ക് എന്ന് പറഞ്ഞു.
അങ്ങനെ ക്ലാസിന്റെ വെളിയിൽ വരാന്തയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് ഹെഡ് മാസ്റ്റർ എം എ ആന്റണി സാറ് ഇങ്ങനെ ക്ലാസ്സൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് പുള്ളിയൊരു വടിയൊക്കെ പിടിച്ചിട്ട് ഒരു റോന്ത് വെച്ചു ഇങ്ങനെ എല്ലായിടത്തേക്കിടെ. അങ്ങനെയാണ് പുറത്ത് ആരാ നിൽക്കണേന്ന് നോക്കുന്നത്. അപ്പൊ പുറത്ത് നിൽക്കുന്ന ആൾക്ക് അപ്പൊ തന്നെ സംഗതി എന്താണെന്ന് അന്വേഷിച്ചു. എന്താ പുറത്തേക്ക് വർത്താനം പറഞ്ഞു, എന്നാ പിടിച്ചോന്ന് പറഞ്ഞിട്ട് ആ ചൂരൽ കൊണ്ട് 2 അടി, നീ കയറിയിരുന്നോ എന്ന് പറഞ്ഞ്. അപ്പൊ അങ്ങനെ ഒരു അടി കിട്ടിയ കാര്യമൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആനന്ദ സാറിന്റെ കയ്യിൽ. ഇപ്പൊ കുട്ടികൾക്ക് പലർക്കും ഇവിടെ സമീപത്തുള്ള സാർമാരെ പലരെ അറിയുന്നതുകൊണ്ട് ഭയവും അതിന്റെ ഗ്രേഡ് അനുസരിച്ചാണ്. അപ്പൊ അതുകൊണ്ട് ഭൂരിഭാഗം കാര്യം അങ്ങനെ ഭയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എല്ലാവരും അച്ചടക്കത്തിൽ നടന്ന കുട്ടികൾ തന്നെയായിരുന്നു എല്ലാവരും. പക്ഷെ അൽഫോൻസ് സാറ് ഒരു അല്പം ഡിഫറൻ്റ് ആയിരുന്നു. ആള് ചിരിക്കില്ല. ക്ലാസ്സിൽ ആള് ചിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ചിരിക്കാൻ പാടുള്ളൂ. മാത്രമല്ല ആള് ചിരിച്ച് തുടങ്ങി എന്തെങ്കിലും ഒരു തമാശ എന്തെങ്കിലും ഒരു കാര്യം അപൂർവമായിട്ടാണെങ്കിലും ഒരു ചിരി വന്നാൽ പുള്ളി ഒരു ചിരി ഇങ്ങനെ ചിരിക്കും. അത് കഴിഞ്ഞിട്ട് മുഖം ഇങ്ങനെ കീഴോട്ടേക്ക് ഇങ്ങനെ താഴ്ത്തും. അത് കഴിഞ്ഞ് ഉയർത്തുന്ന സകല ഗൗരവമാണ്. ആ സമയത്ത് പിന്നെ ആരും ചിരിക്കാൻ പാടില്ല. ആ ചിരി അങ്ങേറെ ചിരി നിർത്തുന്ന സമയത്ത് തന്നെ നമ്മൾ നിർത്തണം. ഒരു ചെറിയ കാര്യം ചെറിയാച്ചനെ അനുസ്മരിക്കണം. ഈ നവചരിതം ആട്ടക്കഥ ഞാൻ ഇവിടെ ചിലരോട് ഓർമ്മ പറഞ്ഞിരുന്നു. ആട്ടക്കഥയിൽ കരി വരുത്തി വെച്ച വിന എന്ന് പറഞ്ഞിട്ട് നളൻ ശാപം കിട്ടി കരി വന്നിട്ട് നളനെ കരി ആവർത്തിച്ച ഒരു കഥയാണ്. അപ്പൊ അതിനകത്ത് ഒരു കഥാസന്ദർഭത്തിന്റെ ഒരു കവിത നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. ആ കവിത എനിക്കിപ്പോ എല്ലാം ഓർമ്മയില്ല. നവചരിത ആട്ടക്കഥയില് ഈ എന്താ പറയാ, ആട്ടക്കഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ കഥകളിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആട്ടക്കഥകൾ. കഥകളിയാണ് അതിന്റെ, കഥകളിക്കുള്ള പാട്ടാണ് ആട്ടക്കഥ. ഉണ്ണായിവാരിന്റെയാണ് നവചരിത ആട്ടക്കഥ. അപ്പൊ അതിനകത്ത് ഒരു രാജാവ് വന്നിട്ട് ഒരു നിർദ്ദേശം കൊടുക്കുന്ന ഒരു ഭാഗത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഉണ്ടാകേണ്ട ഇതിന് ഈശ്വരനുണ്ടാകേണ്ട എന്ന് വെച്ചാൽ നിങ്ങൾ ആരും സംശയിക്കേണ്ട, ഞാൻ പറഞ്ഞത് അതേപടി അംഗീകരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജകൽപ്പനയാണ്. അപ്പൊ ഈ കവിതയുടെ ആദ്യ വരി ഉണ്ടാകേണ്ട ഇതിന് ഈശ്വരനുണ്ടാകേണ്ട എന്ന് പറയുന്ന 4 വരിയുടെ കഴിഞ്ഞിട്ട് അത് ആവർത്തിക്കണം. നമ്മൾ ഈ പാട്ടുകൾ, നമ്മൾ സിനിമ പാട്ടുകൾ കേട്ടിട്ടില്ല, ആദ്യത്തെ 4 വരി കഴിഞ്ഞിട്ട് അടുത്ത ചരണം അതിലേക്ക് പോകുമ്പോൾ ഇത് ആവർത്തിക്കുന്നു. എന്ന പോലെ ആവർത്തിക്കാൻ വേണ്ടി ഉണ്ടാ എന്ന് പറഞ്ഞ് 2 കുത്തിട്ടിട്ട് ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് ആ പദ്യശകലത്തിലുണ്ട്. നമ്മളത് കവിത സാറ് പഠിപ്പിച്ചു കഴിയുമ്പോൾ നമ്മളോട് വായിപ്പിക്കാൻ ആദ്യം സാറ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഥയും സിനിമയും അല്ല പാട്ട് ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇത് വായിപ്പിക്കും. കാരണം പദ്യം ചൊല്ലാൻ പഠിക്കണമല്ലോ കാണാതെ. പദ്യം പഠിപ്പിക്കുന്നത് കാണാതെ ചൊല്ലാൻ വേണ്ടി പരീക്ഷയ്ക്ക് ചിലപ്പോൾ 4 വരിയോ 8 വരിയോ ചോദിക്കും. കാണാതെ നമുക്ക് എഴുതി വെക്കണം. 4 മാർക്ക് കിട്ടും. ഒറ്റയടിക്ക് കിട്ടണ പരിപാടിയാണ്. അപ്പോൾ നമ്മൾ മലയാളത്തിൽ അപ്പോൾ ഇപ്പോഴും നമ്മളിപ്പോൾ ഇംഗ്ലീഷ് മീഡിയം വന്നപ്പോൾ പല കുട്ടികൾക്കും മലയാളം അറിയില്ല. പക്ഷെ അന്നും മലയാളം വായിക്കാനും ഇത് ആട്ടക്കഥ എന്ന് പറഞ്ഞാൽ ഇത്തിരി കഠിനമാണ്. സംസ്കൃത പദങ്ങളൊക്കെയാണ്. നമുക്കൊക്കെ വലിയ വെല്ലുവിളിയാണ്. അപ്പൊ ചെറിയാച്ചനെയും കൊണ്ട് നമ്മുടെ അൽഫോൻസ് സാറ് ഈ കവിത എന്ന് വായിപ്പിച്ചു. അപ്പൊ കവിത 4 വരി ആദ്യത്തെ ഉണ്ടാകേണ്ട ഇതിന് ഈശ്വരൻ ഉണ്ടാകേണ്ട എന്ന് പറഞ്ഞ് ചെറിയാച്ചൻ ഈ കവിതയൊക്കെ വായിച്ച് 4 വരി വായിച്ചു കഴിഞ്ഞിട്ട് ഇത് ആവർത്തിക്കാൻ വേണ്ടി ഉണ്ടാ എന്ന് പറഞ്ഞിട്ട് 2 കുത്തിട്ടിട്ടുണ്ടായിരുന്നു. ചെറിയാച്ചൻ 4 വരി വായിച്ചിട്ടും വീണ്ടും ഉണ്ടാ എന്ന് പറഞ്ഞിട്ട് മാത്രം പറയും. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് ആവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഈ ഉണ്ടാന്ന് മാത്രമല്ല അത് എന്നുള്ളത്. അപ്പൊ ഈ അൽഫോൻസ് സാറ് കേട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ച എല്ലാവരുടെയും മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. നോക്കിക്കഴിഞ്ഞ് ചെറിയാച്ചൻ വായിച്ചു കഴിഞ്ഞിട്ട് ചെറിയാച്ചനോട് ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ചോദിച്ചു, ചെറിയാച്ചന്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പൊ ചെറിയാച്ചൻ ചുള്ളി എന്നാണ് പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ തന്നെ പറഞ്ഞു ചുള്ളിയിൽ നിന്ന് പിന്നെ ആരൊക്കെ വന്നേക്കണേന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ ഡേവിഡ് മത്തായി അങ്ങനെയൊക്കെ ആണെന്നാണ് തോന്നുന്നു. അല്ല, ഞങ്ങളൊക്കെ എന്ത് സാറേ തോന്നുന്നു. നിങ്ങൾ ചെറിയാച്ചന്റെ വീടൊക്കെ അറിയോ? ചെറിയാച്ചന്റെ വീട് അറിയാം. അമ്മയൊക്കെ അറിയില്ലേ, പരിചയമില്ലേ? എന്നാൽ നിങ്ങൾ ഇന്ന് ചെറിയാച്ചന്റെ വീട്ടിൽ ചെന്നിട്ട് ചെറിയാച്ചന്റെ അമ്മയോട് പറയണം, നമ്മുടെ ചുള്ളിയിലെ ചെറിയാച്ചന് ഉണ്ട തിന്നാൻ മോഹമുണ്ട് എന്ന്. അപ്പോൾ പുള്ളി നിമിഷം കൊണ്ട് അത് പറഞ്ഞ് പുള്ളി ഒറ്റ ചിരി കൂടി ഇരിച്ചു. നമ്മൾക്കും ചിരി വന്നു. അത് കഴിഞ്ഞ് ആള് മുഖം ഉയർത്തി പറഞ്ഞില്ല, ഗൗരവത്തിലായി. അപ്പൊ ഇങ്ങനെ ഉള്ള കൊച്ചു സംഭവങ്ങൾ ഞാൻ ഇങ്ങനെ പലതും ഓർക്കുകയാണ്. ഈ സമീപത്തിൽ കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ. ബാക്കി കുറച്ച് വിദൂരമായിട്ട് കിടക്കുന്നു. കാരണം നമുക്ക് പഴയതുപോലെ സ്കൂളുകൾ അധികം ഇല്ല. അന്ന് മൂക്കന്നൂരത്തെ സർക്കാർ സ്കൂളിൽ ഹൈസ്കൂൾ വന്നിട്ടില്ല. പിറ്റേക്കൊല്ലം തൊട്ടേ വന്നിട്ടുള്ളൂ. പിന്നെ അങ്കമാലി, പുളിയനം ഈ പറയുന്ന സ്ഥലങ്ങളിൽ വേണം നമ്മൾക്ക് 7ാം ക്ലാസ് കഴിഞ്ഞ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് പോകാൻ കഴിയുക. പിന്നെ തുറവൂരൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല. അപ്പൊ വിദൂര ദിക്കുകളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് വരുന്നത്. തുറവൂർ സൈഡ്, ചുള്ളി, എന്നിട്ട് ബസ് സർവീസ് ഇല്ല. പലരും മഞ്ഞക്കാടൊക്കെ ഇറങ്ങിയിട്ട് നടക്കണം, അല്ലെങ്കിൽ പുതുമുച്ചി ഇറങ്ങിയിട്ട് നടക്കണം വേഗിരി ചുള്ളി പ്രദേശങ്ങളിലേക്ക് പോകാൻ. അല്ലെങ്കിൽ പിന്നെ എടക്കുന്ന്, പാലശ്ശേരി, പന്തക്കല് ഇങ്ങനെയൊക്കെയുള്ള ദൂരത്താണ്. അപ്പൊ 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ ഓട്ടമാണ് എല്ലാവരും വീട്ടിലേക്ക്. അപ്പൊ അങ്ങനെ ഏറെ സ്നേഹത്തോടെയാണ് നമ്മൾ 8, 9, 10 മിക്കവാറും എല്ലാവരും ഹൈസ്കൂളിലേക്ക് വന്നവരാണ് എത്തിച്ചേർന്നത്. അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെതായ ഒരു കാലഘട്ടമാണ് കഴിഞ്ഞു പോയത്. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലേക്കുള്ള ഓർമ്മകളിലേക്കുള്ള ഒരു തിരിച്ചുപോക്കിലേക്കാണ് നമ്മുടെ മനസ്സുകളെ നമ്മൾ പരിമപ്പെടുത്തേണ്ടത്.
ഗ്രൂപ്പ് തുടങ്ങിയ അപ്പൊ അതിനൊരു തുടക്കമാകാനായിട്ട് നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളും ആദ്യം പറഞ്ഞ പോലെ ഇത് ബോയ്സ് ഓൺലി ക്ലാസ്സുകളായിരുന്നു. കുറച്ച് വർണ്ണങ്ങളും ആശയങ്ങളും ഒക്കെ വരണമെങ്കിൽ സ്ത്രീകളുടെയും കൂടി പങ്കാളിത്തങ്ങൾ വേണം. നമ്മുടെ വീടുകളിൽ നിന്നുള്ള സഹധർമ്മിണിമാരി കുട്ടികൾ എല്ലാവരും കൂടുതൽ സന്തോഷത്തോടെ ഒറ്റ കുടുംബം എന്നുള്ള രീതിയിൽ അങ്ങനെ പങ്കെടുക്കുക. അതിനുള്ള തുടക്കം ഉണ്ടാകട്ടെ. ഈ ഗ്രൂപ്പിലേക്ക് വരുന്ന യാദൃച്ഛ്യമായിട്ട് ഒരു വിവാഹ പരിപാടിയായിട്ട് എറണാകുളത്ത് തോപ്പുംപടിയിൽ താമസിക്കാൻ ഒരു ഹോട്ടലിൽ അന്ന് ഒരു വിവാഹ പരിപാടിക്ക് പോയതാണ്. അന്ന് അവിടെ ഹോട്ടൽ ഇവിടെ ആ ഹോട്ടലിലെ മാനേജറാണ് നമ്മുടെ ഫ്രാൻസിസ്. മൂക്കലുകാരനായിട്ടുള്ള ഫ്രാൻസിസിനെ ഞാൻ കാണുന്നത് തോപ്പുംപടിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഫോൺ നമ്പർ കളക്ട് ചെയ്ത് അങ്ങനെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തു. പല സാഹചര്യങ്ങൾ കൊണ്ട് ജോലി അല്ലെങ്കിൽ യാത്രകൾ അങ്ങനെയുള്ള പല സാഹചര്യങ്ങളിലും ഗ്രൂപ്പിൽ തുടക്കകാലത്ത് സജീവമാകാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു ആത്മവിമർശനം കൂടി ഞാൻ ഇതോടൊപ്പം ഏറ്റുപറയുന്നു. തുടർന്ന് കൂടുതൽ സജീവമായിട്ട് ഇതിൽ പങ്കെടുക്കണം ആഗ്രഹത്തോടെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. അതുമാതിരി സന്യാസ ജീവിതം ഇപ്പൊ ആന്റണി ബ്രദർ പറഞ്ഞു. അതുപോലെ സൈലന്റ് സ്വാമി, എനിക്ക് എപ്പോഴും സൈലന്റ് എന്നാണ് വരുന്നത്. സ്വാമി അദ്വൈതാനന്ദ തീർത്ഥ അവർ സന്യാസത്തിൻ്റെതായ ജീവിത വഴിയിലാണ് അവരുടേതായ ജീവിത ഉദ്യമങ്ങളിൽ ഏർപ്പെടുന്നവർ കൂടിയാണ്. അവരുടെ ജീവിത പാഠങ്ങൾ കൂടി നമ്മളുടെ ജീവിതങ്ങൾക്ക് സംഭാവന നൽകേണ്ടതുണ്ട്. അപ്പൊ അവരും നമ്മളുടെ ഈ ഉദ്യമങ്ങളിൽ നമ്മളൊക്കെ എപ്പോഴും കൂട്ടായിരിക്കുന്നത് ഒരു ആധ്യാത്മികവുമായിട്ടുള്ള ഒരു ഉണർവ് നമ്മളിലേക്ക് പ്രദാനം ചെയ്യും. ഭൗതിക ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നമ്മൾ ഓടുമ്പോൾ സ്ഥിര മനസ്സോടുകൂടി ഉലയാത്ത വൈകാരിക സ്ഥിരതയോടുകൂടി നമ്മളെ നയിക്കാനായിട്ട് ഇത്തരം സന്യസ്തരായ മനുഷ്യർക്ക് പ്രത്യേക കഴിവുണ്ട്. ആ കഴിവുകൾ കൂടി നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതുപോലെ ഏറെ സന്തോഷത്തോടെ കുര്യാക്കോസിന്റെ സഹധർമ്മിണി കുട്ടികളിവിടെ എത്തി. ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. അവരുടെ സ്നേഹങ്ങളിൽ തുടർന്ന് നമുക്ക് പരിചയങ്ങളിലൂടെ ഒതുക്കാം. അതുപോലെ നമ്മൾക്ക് പരസ്പര സഹായങ്ങൾ ഏകദേശത്തിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ പറ്റും എന്നുള്ള ചിന്തകൾ കൂടി നമ്മളിൽ സജീവമായിട്ട് ഉണ്ടാകണം. ഈ ഓണക്കാലം ഏറ്റവും സന്തോഷത്തോടെ ഭേദഭാവങ്ങളിൽ ഒന്നുമില്ലാതെ നമ്മളിലുള്ള ചെറുതും വലുതുമായ സന്തോഷങ്ങളോടെ നമ്മളുടെ പ്രയാസങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യങ്ങളിലും ഒരുമയോടെ ഏകമനത്തോടെ ഭേദഭാവങ്ങളോടെ ആഘോഷിക്കാനും ആ ചൈതന്യം ഇന്നിവിടെ ശുഭാരംഭം കുറിച്ച നമ്മളുടെ ഈ കൂട്ടായ്മയ്ക്ക് കൂടുതൽ ബലം നൽകട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഇനി ഇത് വിട്ടുപോയ ചിലര് ഇനി ഇവിടെ എത്തിച്ചേരാൻ ഇനിയും ഈ പരിപാടിയുടെ വിജയം ഊർജ്ജം നൽകുന്ന മറ്റെല്ലാവരെയും നമ്മൾ അടുത്ത മീറ്റിങ്ങുകളിൽ യോഗങ്ങളിൽ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ടും ദീർഘമായി എൻ്റെ ഈ സംഭാഷണം ശ്രദ്ധിച്ച എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരുപാട് സന്തോഷം ഇന്ന് ഇവിടെ പങ്കെടുക്കാനും അതുപോലെ നിങ്ങളുമായിട്ട് സംസാരിക്കാനും അവസരം കിട്ടിയതിൽ. ഞാൻ ഈ ഗ്രൂപ്പ് ഫോൺ ചെയ്തപ്പോൾ തുടങ്ങിയ വാട്സാപ്പ് ഗ്രൂപ്പ് ഫോൺ ചെയ്തപ്പോൾ തുടങ്ങിയ എല്ലാ മെസ്സേജുകളും കൃത്യമായിട്ട് കേൾക്കുന്നു. എല്ലാ നോട്ട്സ് കുറിപ്പുകളും ഞാൻ കൃത്യമായിട്ട് വായിക്കുന്നുണ്ട്. 25-ാം തീയതി മീറ്റിംഗിൽ കൂടിയപ്പോൾ എനിക്ക് വരണമെന്നുണ്ടായിരുന്നു. സ്വന്തമായിട്ട് സാധിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഒത്തില്ലാന്ന് ഇന്ന് വരാൻ എന്നാൽ തീരുമാനിച്ച് ഉറപ്പിച്ചിരുന്നു. ഏതാനും സമയത്ത് എനിക്ക് എത്താൻ പറ്റി നോക്കി. ആദ്യമേ തന്നെ സഹപാഠികളായിരുന്ന നേരത്തെ നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ എൻ്റെ ബെസേലോസ് കുര്യാക്കോസ് റോയി ചെറിയാച്ചൻ അവരുടെ ഓർമ്മകൾക്ക് മുമ്പ് അർപ്പിക്കുന്നു. ഇത് ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ ഉദ്ഘാടകൻ അധ്യക്ഷനൊക്കെ പറഞ്ഞു ചില ഈ പരിപാടികളുമായിട്ട് മുമ്പോട്ട് പോയപ്പോൾ ഓർമ്മയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചിലത് മറന്നുപോകും, ചിലത് വിട്ടുപോകുന്നു. പക്ഷെ എനിക്ക് ആദ്യമേ പറയാനുള്ളത് ഈ സംരംഭം അംഗസംഖ്യ കുറഞ്ഞു പോയി എന്നുള്ളത് സ്വാഭാവികം, കാലാവസ്ഥയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. പക്ഷെ അല്ലാത്ത രീതിയിൽ ഇത് വെൽ പ്ലാൻഡായിരുന്നു. എല്ലാ കാര്യത്തിലും ഉണ്മയും തുടങ്ങിയ കൃത്യമായിട്ട് കൊച്ചു കൊച്ചു മീറ്റിങ്ങുകൾ അവസാനം വ്യാപാരികളുടെ കൂടി മീറ്റിങ്ങുകളൊക്കെ പ്ലാനിംഗ് ഒക്കെ നടത്തി. അത് വെൽ പ്ലാൻഡായിരുന്നു. അവസാനം ഇന്നലെ വരെ ഇതിന്റെ അവസാനം ഒരു വണ്ടി എവിടെ പാർക്ക് ചെയ്യണം, എങ്ങനെ വർക്ക് ചെയ്യണം, ലിസ്റ്റ് ഉണ്ട്, ഇത്ര സ്ഥലത്താണ്, എല്ലാം വളരെ വ്യക്തതയോടെ കൃത്യതയോടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. പാർട്ടിനെ അതിന്റെ സംഘാടകർക്ക് ഒരുപാട് അഭിനന്ദനങ്ങളും സ്നേഹവും നന്ദിയൊക്കെ എൻ്റെ വ്യക്തിപരമായിട്ട് ഞാൻ തരികയാണ്. പോകാൻ പറ്റിയില്ല. പ്രഭാകരൻ സാർ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. മാക്സിമം പ്രഭാകരൻ സാർ മരിച്ചു. അദ്ദേഹം ആദ്യം ഇവിടേക്കാർ താമസിച്ചിരുന്നെങ്കിൽ ഇപ്പൊ കാലടി അപ്പുറത്തായിരുന്നു. ഇത് 2-3 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ ഫ്യൂണറൽ. മക്കളൊക്കെ നാട്ടിലില്ലാത്തതുകൊണ്ട് അതിൽ മാത്രം എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. അതിന് തൊട്ട് മുമ്പ് നമ്മുടെ ഔസേപ്പ് സാർ മരിച്ചു. നിങ്ങൾക്കറിയാം, PD ഔസേപ്പ് സാർ, PDയുടെ ശേഷം അദ്ദേഹം മരിച്ചു. അങ്ങനെ ഒരുപാട് സാറുമാരൊക്കെ മരിച്ചിട്ടുണ്ട്. അത്തായി സാറ് മരിച്ചു, ഡ്രോയിങ് ഒക്കെ പഠിപ്പിച്ച് അദ്ദേഹത്തിന് ഞാൻ പോയിരുന്നു.
അപ്പൊ പലരും പരാമർശിച്ച ചൂരലുമായി നടക്കുന്ന എക്കാലത്തെയും എവർലാസ്റ്റിംഗ് ഫ്ലവർ ആയിരുന്ന എം എ ആന്റണി സാർ. ഇപ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ വീക്കാണ്, ഫിസിക്കലി വളരെ വീക്കാണ്, അൽഷിമേഴ്സ് ആണ്. ഞാൻ ഒരു മാസം മുൻപ് ഞങ്ങൾ അദ്ദേഹത്തെ കുടുംബത്തിൽ പോയി. ഒരു 10 കൊല്ലമായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇടയ്ക്ക് പോകാറുണ്ട്. ഞാൻ എൻ്റെ കൂട്ടുകാരെ ഒരുമിച്ച് ഒരു മാസം മുമ്പ് കൂടെ അദ്ദേഹത്തെ കണ്ടിരുന്നു. അദ്ദേഹത്തിന് സഹധർമ്മണി ഒരു ടീച്ചറായിരുന്നു, മരിച്ചിട്ട് 4 കൊല്ലമായി. ആ ടീച്ചർ മരിച്ചതിന് ശേഷം അദ്ദേഹം ഇത്തിരി ഡെസ്പായി. ഇപ്പോൾ അൽഷിമേഴ്സ് ആണ്. കൂടുതലും ഓർമ്മ കിട്ടുന്ന മണിക്കൂറുകൾ ദിവസത്തിൽ 2-3 ഉള്ളൂ. ഒരു മകന്റെ ഒപ്പം തന്നെയാണ്. ആലുവ സീനത്ത് തിയേറ്ററിന്റെ തൊട്ട് തെക്കുവശത്താണ് അദ്ദേഹത്തിന്റെ വീട്. ഇപ്പൊ പറഞ്ഞാൽ ഓർമ്മ കിട്ടുള്ളൂ. ഞങ്ങൾ നേരത്തെ 6 മാസം മുമ്പ് വരെ ഓർമ്മ കിട്ടിയിരുന്നു. അദ്ദേഹവും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, സുഖമായിട്ട് കഴിയുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സമീപ പ്രദേശത്തുള്ള സാർമാരൊക്കെ, ലോറ സാറിനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നു. നമ്മുടെ പഴയ NMRI സാറ് എപ്പോഴും എനിക്ക് കോണ്ടാക്ട് ഉണ്ട്. ഇപ്പൊ എല്ലാം നല്ല ഒരു കൂട്ടായ്മയിലൂടെ പോകുന്നു. ചാമ്പത്തിനൊക്കെ പങ്കുവച്ച് പഴയകാല സ്മരണകൾ എനിക്ക് വളരെ തോന്നി. ഇപ്പൊ ഉദ്ഘാടകനെ പറഞ്ഞ പോലെ നമ്മൾ 10-16കാരനായി വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ട സമയം ഉണ്ടാവും. എന്റെ ചില വീട്ടിലെന്റെ വീട്ടുകാരത്തെയും മക്കളൊക്കെയും തിരിച്ചറിയുമെന്നറിയില്ല. പ്രായം കുറച്ച് ചെല്ലുന്നുണ്ട്. എന്തോ സഹിക്കാം നമുക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ ഓർമ്മകളിലേക്ക് പോയപ്പോൾ ശരിക്കും ആ ക്ലാസ്സിൽ ബെഞ്ചിലൊക്കെ ഇരിക്കുന്ന ഒരു ഫീലാണ് മനസ്സിലൂടെ ഇങ്ങനെ കടന്നുപോയത്. സ്വാമിയുടെ ടോക്ക് മെസ്സേജിൽ നമ്മൾ കേട്ടു, തൻ്റെ ഒപ്പമായിരുന്ന സതീരത്തിൻ്റെ പല്ലിൻ്റെ വിടവ് പോലും അദ്ദേഹം തൻ്റെ മനസ്സിൽ ഉപബോധ മനസ്സിൽ കുറിച്ചിട്ടിരിക്കുകയാണ്. പറഞ്ഞതൊക്കെ എല്ലാവരും പറഞ്ഞ സത്യമാണ്. കാരണം ആ പ്രായം എന്ന് പറയുന്നത് പലതും രൂപപ്പെടുന്ന, നമ്മളെ മാറ്റിമറിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ നമ്മളുടെ സമ്പർക്കങ്ങൾ, ആ സമ്പർക്കങ്ങളിൽ അല്പമെങ്കിലും വ്യത്യസ്തതയുള്ള വ്യക്തിത്വങ്ങൾ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കും. അങ്ങനെ ഉള്ള പലരുമാണ് നമ്മൾ. ആ ഒരു കൂട്ടായ്മയ്ക്ക് ചുക്കാൻ പിടിച്ച ഒരു പ്രയത്നത്തെ ഞാൻ വളരെ ശ്ലാഘിക്കുന്നു. വലിയൊരു സംരംഭമാണ് ഇത്. 40-43 കൊല്ലമൊക്കെ ആയിട്ട് ഇങ്ങനെ ഞാനിവരോ 1-2-3 പേര് മാത്രമായിട്ടാണ് ഇതിന് ശേഷം കണ്ടിട്ടുള്ളൂ നമ്മുടെ ഈ കൂട്ടായ്മയിൽ. ചാക്കോച്ചനായിട്ട് 1 ടൈം ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് മാത്രം. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഈ കൂട്ടായ്മയിൽ. നമ്മുടെ ഈ ടെൻപിയുടെ ഒരു കൂട്ടായ്മ ഇവിടെ SHOHSന്റെ ഓൾഡ് സ്റ്റുഡൻസിന് ഒരു സംഘടന ഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് ഡെഡാണ് എന്ന് വേണം പറയാൻ. ഒരു 7ാമത്തെ കൊല്ലമാണ്. നമ്മുടെ പൂക്കുന്ന് ഭാഗത്തുള്ള ഫെഡറൽ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത റീജിയണൽ മാനേജർ ആയിരുന്ന മത്തായി സാറാണ് ആ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ്. ഞാൻ അതിന്റെ വൈസ് പ്രസിഡന്റാണ്. എൻ്റെ ട്രഷറർ അന്ന് ക്ലർക്കായിരുന്ന PL ഡേവിസ് ചേട്ടനാണ്. PL ഡേവിസ് പൊക്കോള അദ്ദേഹമാണ് ട്രഷറർ. പക്ഷെ ഇപ്പോൾ പലതുകൊണ്ടും ആ സംഘടന അങ്ങനെ ഒരു സ്ലോയിലാണ് പോകുക. ഇപ്പോൾ ആ കലാമേള സംഘടിപ്പിക്കുന്നു. അപ്പോൾ ടീച്ചർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കലാമേളയ്ക്ക് ഒരു സ്വാഗത സംഘം രൂപീകരിച്ചു. അപ്പോൾ അതിനകത്ത് എൻ്റെ റിസപ്ഷൻ കമ്മിറ്റിയിലേക്ക് എടുത്തിട്ടുണ്ട്. ഒക്ടോബറിൽ നമ്മുടെ സ്കൂളിലാണ് കലാമേള. പക്ഷെ എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും എന്തെല്ലാം ആ ഓർമ്മകൾ അയവിറക്കിയാലും സങ്കടം തോന്നിക്കുന്ന ഒരു സംഭവമുണ്ട്. അത് നമ്മുടെ ഈ സ്കൂളിന്റെ സ്ട്രക്ചറാണ്, ബിൽഡിംഗ്. നിങ്ങൾ ഈ ബാനറിന്റെ പുറകിലേക്ക് നോക്കിയാൽ ലേഡീസ് നിങ്ങൾക്കറിയില്ലായിരിക്കാം, പക്ഷെ ഞങ്ങൾക്കറിയാം. ഒരു തലയെടുപ്പുള്ള കെട്ടിടമായിരുന്നു. ആ കെട്ടിടത്തിന്റെ ഭിത്തിക്കൊക്കെ കനം എന്ന് പറഞ്ഞാൽ 2-2.5 അടി കനമുണ്ടായിരുന്നു. അങ്ങനത്തെ സ്ട്രോങ് ഭിത്തിയുള്ള കെട്ടിടമായിരുന്നു. ഇപ്പോ സ്കൂൾ പുതിയതാണ്, പക്ഷെ ആ തലയെടുപ്പില്ല. എന്തോ തലയറുത്ത ഒരു കെട്ടിടം, ഒരു വ്യക്തിയെ പോലെ തോന്നിക്കുന്ന ഒരു സ്കൂളൊക്കെ പുതിയതാണ് കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ചില സഭയുടെ മാനേജ്മെന്റ് സ്കൂളാണല്ലോ, സഭയുടെ ചില സാങ്കേതിക ഉൾവലികളൊക്കെ ഒക്കെയാണ് അതിന്റെ കാരണം. ഇതുമാവട്ടെ. എങ്കിലും നമ്മൾ പഠിച്ചു വളർന്ന നമ്മളെ ഈ ഒരു കലാലയം, അതേക്കുറിച്ച് പോകുമ്പോൾ ഞാൻ അതിന്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഒക്കെ ഒരുപാട് ഞാൻ വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഓർക്കാറുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ HMനെ വിളിക്കും. നേരത്തെ ആയിരുന്ന ഒരു ജോർജ് സാറുണ്ടായിരുന്നു, താവൂറിൽ നിന്ന് വന്ന. അങ്ങനെ പലരൊക്കെ നമ്മുടെ ഈ ഇപ്പൊ ഈ സമീപ ദിവസങ്ങളിൽ നിങ്ങൾ പത്രദ്വാര അറിഞ്ഞിരിക്കും, എറണാകുളത്ത് നടന്ന ഒരു സ്പോർട്സിൽ നമ്മുടെ സ്കൂളാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുക. ഇപ്പൊ നമ്മുടെ സ്പോർട്സ് ഡിവിഷൻ വളരെ, നമുക്ക് പത്രസാറുണ്ടായിരുന്നപ്പോൾ ആക്റ്റീവായിരുന്നു, ജീവനുള്ളതായിരുന്നു. പക്ഷെ ഇപ്പൊ സ്പോർട്സ് ഡിവിഷൻ വളരെ സ്ട്രോങ് ആണ്. കാരണം അതിന് മാത്രം ഉള്ള അവർ കോച്ചിങ് കൊടുക്കുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ പോയിന്റ് നേരിച്ച് നമ്മുടെ സ്കൂളാണ് മുൻപിൽ നിൽക്കുക. ഞാനത് ന്യൂസ് കണ്ടപ്പോൾ തന്നെ ഞാൻ ടീച്ചറെ വിളിച്ചു അഭിനന്ദിച്ചു. ടീച്ചറെ, ഞാനൊക്കെ പഠിച്ചു പോകാൻ, നമ്മളൊക്കെ പഠിച്ചൊരു കലാലയം, നമ്മുടെ കുട്ടികൾ ഇത്രയും ഉന്നത ഇതിനകത്ത് ഇത്രയും ഒരുപാട് നന്ദി സന്തോഷമുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ടാവും. അത് ടീച്ചറത് സാരത്തെ വഹിക്കുന്നു, അത് നിലനിർത്തിക്കൊണ്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോൾ ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചിരുന്നു. അപ്പൊ നമ്മുടെ സ്കൂളിന്റെ കലാലയത്തിന് വളർച്ചയിൽ ഞാൻ നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ്. ഒരു വൈഫൈ ഫെസിലിറ്റി വേണം.
ആ വൈഫൈ ഫെസിലിറ്റി ആയിരിക്കണം നമ്മുടെ ഈ കൂട്ടായ്മ. ഇനിയും അത് തുടരണം, നമുക്ക് തുടരാം. കൂട്ടായ്മ വളരണം. രാജ്യത്തെ സംരംഭമായതുകൊണ്ടായിരിക്കാം അംഗസംഖ്യ കുറഞ്ഞു പോയത്. ഒരു സമ്പൂർണ്ണ കുടുംബ സംഘം പോലെ തന്നെ അത് മുൻപോട്ട് പോകണം.